താഴെ പിന്നെ നെറ്റ് വെക്കാറുണ്ട്, രണ്ട് വരവ് വരക്കാറുണ്ട്. അതുകൊണ്ടൊന്ന് ഒരു വരം ഉണ്ടെങ്കിൽ അമുക്കേറ്റില്ല. ദേവേന്ദ്രൻ ഒരു ബ്രഹ്മഹത്യ പാപമൊക്കെ പിടിച്ചു. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഒരിക്കല് ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി സഭാമധ്യത്തിലേക്ക് കടന്നപ്പോൾ അവിടെ നല്ല ഡാൻസ് നടക്കുവാണ്. ഉർവശി തിലോത്തമയൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായ ഡാൻസ് നടക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദേവേന്ദ്ര ശകലം സേവ ഉണ്ടായിരുന്നു. അപ്പൊ ആ സേവയൊക്കെ നടത്തി ഇങ്ങനെ അതിനകത്ത് ലയിച്ചിരിക്കുമ്പോഴാണ് ഈ ബൃഹസ്പതി അവിടേക്ക് കടന്നു വരുന്നത്. അപ്പോ ഈ ബൃഹസ്പതി അങ്ങോട്ട് കടന്നു വന്നത് ദേവേന്ദ്രൻ അത്ര മൈൻഡ് ചെയ്തില്ല എന്നതാണ്. കാരണം ഈ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് ഈ വേണ്ടാത്തവരൊക്കെ കയറി വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടാണ് അല്ലേ? അതുകൊണ്ട് അത്രയും കൂടെ മൈൻഡ് ചെയ്തില്ല. ബൃഹസ്പതി എന്ത് ചെയ്തു? അപ്പോഴേ അവിടെ നിന്ന് മുങ്ങി. ഈ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ദേവേന്ദ്രന് ബോധം വീണത്. ഗുരുനാഥനാണല്ലോ വന്നേ, വന്ദിച്ചില്ലല്ലോ എന്ന്. എന്നാൽ ചെന്നൈയൊക്കെ പറഞ്ഞ് കൂടിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചത് ബൃഹസ്പതിയെ കാണല്ല, ബൃഹസ്പതി പോയി. അവസാനം ദേവന്മാർക്ക് ഗുരുവില്ലാത്ത അവസ്ഥയായി. ഗുരുവില്ലാത്ത അവസ്ഥയെത്തുമ്പോൾ പറ്റി ദേവന്മാര് ആക്രമിക്കപ്പെടും എന്നുള്ള ഉറപ്പായി. ഇത്രയും കാലം ബൃഹസ്പതിയുടെ തണലിലാണ് ഇവരെല്ലാം കഴിഞ്ഞു വന്നത്. ഗുരുവാണ് എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ഗുരുവില്ലാതെ വന്നപ്പോൾ ദേവന്മാരാൽ ആക്രമിക്കപ്പെടുന്ന ഏകദേശം ഉറപ്പായി. അപ്പൊ ഒരു ഗുരു വേണം. അതിന് ബ്രഹ്മദേവന്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ത്രിശിരസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇവർക്ക് 3 തലയാണ്. ഒന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടാനും, ഒന്ന് മദ്യം സേവിക്കാനും, ഒന്ന് പ്രകൃതി മുഴുവൻ നോക്കിക്കാണും, അല്ലെങ്കിൽ ലോകം നോക്കിക്കാണും. ഇങ്ങനെ 3 തലയാണ്. അദ്ദേഹത്തെ പോയി ഗുരുവാക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ അരികിൽ ചെന്നു. അദ്ദേഹം വരാം എന്നേറ്റു. ഗുരുവിനെ വേണ്ടതായ ആചാരങ്ങളോടുകൂടി സ്വീകരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം നിത്യേന ഹോമപൂജാദികൾ നടത്തുന്നുണ്ട്. തദവസരത്തില് അസുരന്മാർക്ക് വേണ്ടി കൂടി അദ്ദേഹം ഹോമ ഹവിസ് കുണ്ടത്തിൽ സമർപ്പിച്ചു എന്ന് ഭാഗവതത്തിൽ കണ്ടു. എന്നാൽ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇദ്ദേഹം തപസ് ചെയ്യുന്നു. ഈ തപസ് ചെയ്യുന്നതിനെ കണ്ട ഇന്ദ്രൻ നമ്മൾ സഹിക്കുക. അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ ഇന്ദ്രനൊരു സമാധാനമാണ്. അത് ഇന്ദ്രന്റെ സ്വഭാവമാണ്. ഈ തപസ് ചെയ്ത് വരുന്തോറും ഈ ത്രിശിരസിനുണ്ടാവുന്ന ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു ഊർജം, ഇത് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ത്രിശിരസിനെ കൊന്നു. ഗുരുവായി വിളിച്ചുകൊണ്ട് വന്ന അങ്ങനെ കൊന്നു കഴിഞ്ഞപ്പോ 3 തലകളും അങ്ങനെ പ്രകാശം ചെറുതുകൊണ്ട് കിടക്കുന്നതായിട്ട് കണ്ടുവന്ന ഇതൊരു ഭയപ്പാട്. ഇനി ഇതെല്ലാം വീണ്ടും സംയോജിച്ച് ജീവനെടുത്ത് വന്നാലോ എന്നൊരു ആശങ്ക ഇതിനെ വല്ലാതെ പിടികൊടുക്കും. അപ്പൊ അതുവഴി ഒരു തച്ചെന്ന് പറഞ്ഞ ഈ ഇവിടുത്തെ ഭാഷയില് മരമെട്ടുക. അദ്ദേഹം ഒരു മഴു ആയിട്ട് വരുന്നതുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞ തച്ച, ഈ ശിരസ് 3 വെട്ടി നോക്കി കളയാം. ഇതിങ്ങനെ കിടക്കുന്ന കണ്ടിട്ടെങ്കിൽ സഹിക്കണില്ല, അതുകൊണ്ട് 3 വെട്ടി നോക്കി കളയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദേവേന്ദ്ര തനിക്ക് നാണയില്ലേ?
ബ്രഹ്മഹത്യാ പാപം നയിച്ചു വെച്ചിട്ട് ഇനി എന്നെ കൂടി കൊണ്ടുകൂടി ആ ബ്രഹ്മഹത്യാ പാപം ചെയ്യണം? നീ സ്വയമേവ പാപം ചെയ്തു, ഇനി മറ്റുള്ളവരെ കൊണ്ട് എന്തിനാ ഈ പാപം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ നിനക്കതിൽ പ്രതിഫലം തരാം എന്നാണ്. മുകളിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? അങ്ങനെ നമുക്കെന്തിന് കിട്ടിയാൽ മതി. അപ്പോൾ എന്താ പ്രതിഫലം? യാഗത്തിൽ ബലിയർപ്പിക്കുന്ന മൃഗത്തിന്റെ തല നിനക്ക് തന്നേക്കാം. ഓരോരോ യാഗങ്ങളുടെ വാശപ്പേയും അതുപോലെ അശ്വമേധ ഇത്യാദിയുള്ള യാഗങ്ങൾ നടക്കുമ്പോൾ ഈ യാഗത്തില് യാഗശാലയിൽ ഒരു മൃഗത്തെ കെട്ടിയിട്ടേ ആ മൃഗത്തെ കെട്ടിയിടുമ്പോൾ അതിനെ അവസാനം ബലി കൊടുക്കുന്ന ഒരു ശീലമാണ് ചില യാഗങ്ങൾ. അപ്പൊ അങ്ങനെ ആ ബലി നടത്തുന്ന യാഗത്തിന്റെ ശിരസ് നിനക്കായിട്ട് തന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് സംബന്ധിച്ചുകൊണ്ട് ഈ തല വെട്ടി നോക്കിക്കളഞ്ഞു. അത് തിത്തിൽ പക്ഷികൾ എന്ന് പറയുന്ന പക്ഷികളായിട്ട് പറന്നു പോയിന്നാണ്. ഈ ബ്രഹ്മഹത്യാഭാവം ഇന്ദ്രനെ പിടികൂടി. അങ്ങനെ ഇന്ദ്രനെ ബ്രഹ്മഹത്യാഭാവം പിടികൂടി കഴിഞ്ഞപ്പോ ഈ തൃശ്ശൂസിന്റെ പിതാവ് തന്റെ പുത്രൻ വധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഒരു ആഭിചാര ഹോമം നടത്തിയതാണ്. എന്തിനാ? ഇന്ദ്രനെ ജയിക്കാൻ പറ്റുന്ന, ഇന്ദ്രനെ നിഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഹോമം നടത്തി. പക്ഷേ വികാരഭരിതനായിക്കൊണ്ട് മന്ത്രം ജപിച്ചപ്പോൾ ഇന്ദ്രനെ വധിക്കുന്നവനെന്നതിന് പകരം ഇന്ദ്രനാൽ വധിക്കപ്പെടുന്നവനെന്നായി മന്ത്രം ഒന്ന് തിരിഞ്ഞു. അതുകൊണ്ട് ആ മന്ത്രമൊക്കെ ചെല്ലുമ്പോൾ സൂക്ഷിച്ച് എല്ലാവരും ഗുരുമുഖത്തും ഇറങ്ങി വേണം മന്ത്രങ്ങൾ ചൊല്ലാൻ എന്ന് പറയുന്നതിന്റെ കാരണം എവിടെയെങ്കിലും ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു പോയാൽ അർത്ഥം മാറും, ഫലം കിട്ടുന്നത് വിപരീത ഫലമായി. കഴിഞ്ഞ ദിവസം നമ്മൾ ഉദാഹരണം പറഞ്ഞു അല്ലേ? ഓം സമിതോർവരേണ്യം ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാൽ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ബുദ്ധി തെളിയാതെ പോകട്ടെ എന്നാവും. ഒരക്ഷരം പറയുന്നതിൽ വന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മന്ത്രങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് ഗുരുമുഖം തോന്നുന്നു പഠിച്ച് വേണം കൂടുതലും മന്ത്ര ഉപാസനയാണ് ജപമൊക്കെ ചെയ്യാനായിട്ട് ഫലം വിപരീതമായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വികാരഭരിതനായിട്ട് തന്റെ പുത്രൻ മരിച്ച ദുഃഖത്തിലിരുന്നു കൊണ്ട് ആ ഹോമം നടത്തിക്കൊണ്ട് ചൊല്ലി വന്നപ്പോ തിരിഞ്ഞു പോയി. അതുകൊണ്ട് ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന ഒരു പുത്രൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹോമം നടത്തി. അതിൽ നിന്ന് ഉണ്ടായ ആളാണ് വൃത്രൻ. ഈ വൃത്രൻ ഉണ്ടായ ഉടൻ തന്നെ പിതാവിനോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നാലമാകുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ്. പുത്രൻ ജീവിച്ചിരിക്കാൻ പിതാവ് ദുഃഖിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പുത്രൻ ജീവിച്ചിരിക്കുമ്പോ പിതാവ് ദുഃഖം അനുഭവിക്കാൻ പാടില്ല. അങ്ങനെ പിതാവിനെ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ പുത്രനല്ല. മരണാനന്തര കർമ്മം ചെയ്യാൻ പോലും അവകാശമില്ലാതെയാവും അങ്ങനെയുള്ള പുത്രന്മാർ. കാരണം ആ പിതാവിൻ്റെതായ യാതൊരുവിധമായ മൂല്യങ്ങളും ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ പിതാവ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും ദുഃഖമുണ്ടാവാനായിട്ട് പാടില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞപ്പോ ഇന്ദ്രനെ വിജയിച്ചു വരിക. അങ്ങനെ യുദ്ധമൊക്കെ ചെയ്ത് ഇന്ദ്രനെ ജയിച്ച് വൃത്രനോടെ എത്തിക്കഴിഞ്ഞപ്പോ പിതാവ് പറഞ്ഞു, പുത്ര നീ പോയി തപസ് ചെയ്യണം. തപസ് ചെയ്ത് ബലം കൂട്ടിയെടുക്കണം. കാരണം ഈ ഇന്ദ്രന് ആളത്ര ശരിയല്ല, തോറ്റെന്ന് വിചാരിച്ച് ഓടിപ്പോകുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് അവൻ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ജയിക്കണമെങ്കിൽ തപസ് ചെയ്ത് ബലം നേടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ പുറത്തുനിന്ന് തപസ്സിനായിട്ട് പോയിട്ട് തപസ്സെല്ലാം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ദേവന്മാരുമായിട്ടൊക്കെ യുദ്ധം ചെയ്തു. അങ്ങനെ ദേവന്മാർ വീണ്ടും പരാജയപ്പെട്ടപ്പോ ബൃഹസ്പതിയെ തന്നെ ശരണം പ്രാപിച്ചു. ബൃഹസ്പതിയെ പോയി കണ്ടെത്തി ശരണം പ്രാപിച്ചു.
ഇല്ലാത്തതിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായി. ഒരു മനുഷ്യ ജന്മത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ എപ്പോഴും ഒരു സദ്ഗുരു ഉള്ളത് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയാണ്. കാരണം നല്ല വഴി കാട്ടിത്തരാൻ ഒരു ഗുരു കൂടെ ഉണ്ടാവണം. തെറ്റുകളിലേക്ക് പോവാതെ നന്മയുടെ വഴി കാട്ടിത്തരാൻ ഗുരു വേണം. അതൊരു സദ്ഗുരു ആയിരിക്കണം. വെറുതെ ഒരു ഗുരു ആവാതിരിക്കുന്നവനാവരുത്, സദ്ഗുരു ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഗുരുനാഥൻ ഉണ്ടാവണം. അതുകൊണ്ട് ബൃഹസ്പതി വേണ്ട വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ വൃത്രപരമായിട്ടുള്ള യുദ്ധമൊക്കെ അവസാനിപ്പിക്കുക, ഇതിന്റെ സഖ്യത്തിൽ ഏർപ്പെടുക. എപ്പോഴും ശത്രു ബലവാനാണെങ്കിൽ അവനോട് സഖ്യത്തിൽ ചേരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. കാരണം പരാജയം ഉണ്ടാക്കില്ല. അങ്ങനെ ബൃഹസ്പതിയുടെ നിർദ്ദേശാനുസരണം എന്ത് ചെയ്തു? തമ്മില് സഖ്യമാവാൻ തീരുമാനിച്ചങ്ങനെ മുനിമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വൃത്രനുമായൊരു സന്ധി സംഭാഷണം നടത്തി. എളുപ്പം വളരെ മതിയൊരു വീട്ടിൽ പോകണം വഴിയൊക്കെയാണ്. അപ്പൊ സന്ധി സംഭാഷണം നടത്തിയപ്പോ മുനിമാര് സന്ധിക്ക് മധ്യസ്ഥരായി നിന്നുകൊണ്ട് വൃത്തം വിശ്വസിച്ചു ഈ ഇന്ദ്രനെ പറയുന്നത് എന്നാണ് ശരിയായിരിക്കും വിചാരിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടിയുള്ള യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു. രണ്ടുപേരും സുഹൃത്തുക്കളായി പുറത്തോടെ കൈയൊക്കെ എഴുതുന്ന ഒരുപോലെയായി. പക്ഷെ ഇന്ദ്രന്റെ ഉള്ളിൽ എപ്പോഴും ചിന്ത ഈ വൃത്രനെ എങ്ങനെ ഇല്ലാതെയാക്കാം. ഇതാണ് യഥാർത്ഥത്തിലുള്ള ചതി എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ എല്ലാവരും പറഞ്ഞില്ലേ, കൂടെ നിന്നുകൊണ്ട് ചലിക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റും. കാരണം അവരെപ്പോഴും നമ്മുടെ കൂടെയാണെന്ന് നമ്മളെ ബോധിപ്പിച്ചുകൊണ്ട് അവസരം വരുമ്പോൾ നമ്മളെ ഇല്ലാതെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളത് വളരെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് എത്ര ഉറ്റ സുഹൃത്താണെങ്കിലും ശരി, ഒരു രഹസ്യവും അവരോട് പറയരുത്. ഒരു പാത്രത്തിലുണ്ട്, ഒരു പണയിൽ ഉറങ്ങി, ഒരു കുഴി ചാവാനിരിക്കാന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു രഹസ്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഒരുത്തരോടും പറയാൻ പാടില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഈ ഇന്ദ്രന്റെ ചതി അറിയാതെ വൃത്തൻ ഇങ്ങനെ പോവാണ്. അപ്പൊ ഇന്ദ്രൻ തപസ് കഴിയപ്പോൾ ഒരു മരം മേടിച്ചിരുന്നു. ഇത് ആയുധങ്ങളാൽ വധിക്കപ്പെടാൻ പാടില്ല. പിന്നെ എങ്ങനെ വധിക്കണം? നുരയാൽ നിർമ്മിച്ച ആയുധമായിരിക്കണം. നുര എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നുര എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല. ഈ കടലിലെ വെള്ളം അടിച്ചു വരുമ്പോ പതവയില്ലേ, അതിന്റെ കൂടെ ചേർന്ന് വരുന്ന സാധനമാണ് ഈ നുര എന്ന് പറയുന്നത്. അതൊരു എന്താ പറയാ, പിടിച്ചാൽ ഒരു വെളുവെളുപ്പിന് പോലെ തോന്നും. അതാണ് നുര. അപ്പോ വൈകുന്നേരം രണ്ടുപേരും കൂടെ ഈവനിങ് വഴിയിലാണ്. ആരുടെ കൂടെ? ഇന്ദ്രനും എന്തോ ഈവനിങ് വഴി, എന്തോ മോർണിംഗ് വഴി. ഇവിടെ നല്ലതാണ്. ഇവിടെ അല്ല മാന, ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ മനസ്സെങ്ങാണ്ടൊക്കെ എവിടേക്കോ പറന്നു പോകും ഓരോരുത്തരുടെ മനസ്സ്. ഏതൊക്കെയോ സ്വപ്നലോകത്ത് ഒക്കെ കാണുമ്പോ അറിയാം ഇവിടെ ഒന്നുമല്ല. ഓരോരുത്തർ പോട്ടെ, എന്തിനെങ്കിൽ എന്തോ ചെയ്യും. അപ്പൊ എന്തായാലും അങ്ങനെ രണ്ടുപേരും കൂടെ വൈകുന്നേരം കടൽത്തീരത്തുകൂടി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോ നല്ല സമയം നോക്കി വൃത്രൻ എന്ത് ചെയ്തു? മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. മനസ്സുകൊണ്ട് ഭഗവാനോട് ശരണം പ്രാപിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഈ വൃത്രനെ കൊല്ലാൻ പറ്റിയ സമയമാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒന്ന് സഹായിക്കണേ. എന്ത് ചെയ്തു? ഭഗവാൻ വേഗം തന്നെ തന്റെ സുദർശനത്തിന്റെ ചൈതന്യവും വജ്രാഗ്രഹിലേക്ക് കയറ്റിയിട്ട് ആ നുര കൊണ്ട് പൊതിഞ്ഞ് ആ നിമിഷം തന്നെ വൃത്രനെ നിഗ്രഹിച്ചു. അപ്പോ ബ്രഹ്മഹത്യാഭാവം രണ്ടായി. അങ്ങനെ ബ്രഹ്മഹത്യാഭാവം രണ്ടായി കഴിഞ്ഞപ്പോ ഇന്ദ്രന് പിന്നെ ദേവലോകത്തിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അദ്ദേഹം ഐരാവതത്തിന്റെ പുറത്ത് ഇറങ്ങി ദേവലോകത്തുനിന്ന് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? മാനസ സരസിലെ ഒരു താമരയുടെ
തണ്ടില് അകത്ത് കയറിയിരുന്നു, സൂക്ഷ്മമായി കയറി നിന്ന് തപസ് ചെയ്യുന്നതാണ് ബ്രഹ്മഹത്യാ പാപം പോലെ. അങ്ങനെ ദേവലോകത്ത് ദേവേന്ദ്രനില്ലാതെ ഇനി ആരെയാണ് ദേവേന്ദ്രനാക്കുക എന്ന് ആലോചിച്ചപ്പം ആ ദേവേന്ദ്ര പദവിയിലേക്ക് ഇരുത്താൻ പറ്റുന്നവരാരും ഇല്ല. അപ്പൊ ദേവലോകത്ത് ആരും ഇല്ലാതെ വന്നപ്പോൾ ഭൂമിയിൽ അന്വേഷണം. ഭൂമിയിൽ അന്വേഷണമായപ്പോ അതിന് പറ്റിയ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹമാണ് നഹൂഷൻ. ഈ നഹൂഷനെ ദേവന്മാരെല്ലാം സമീപിച്ച് ദേവലോകത്തെ ഇന്ദ്രനാക്കി വഴിക്കാൻ ഉടലോട് കൂടി സ്വർഗത്തിൽ പോയി ദേവതനായ ഏക വ്യക്തി നഹൂഷൻ. അങ്ങനെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ദേവേന്ദ്രപ്പെട്ടവരെ കൊടുത്ത് അവിടെ ഇരുത്തി. അങ്ങനെ ഇരുത്തി ഈ ദേവലോകത്തെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ ഇന്ദ്രനൊരു മോഹം, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊരു സുഖമില്ല. പിന്നെ ആര് വേണം കൂടെ? ഒരു ഭാര്യ കൂടെ വേണം. ഇപ്പൊ ഭൂമിയിൽ നിന്ന് ഒരാളെ കൊണ്ടുപോകാൻ പറ്റുന്ന ആരും ഇല്ല അവിടെ. അപ്പൊ നോക്കിയപ്പോ ഒരാളവിടെ ഫ്രീയാണ്. ആരാ? ഇന്ദ്രാണി, ഇന്ദ്രന്റെ ഭാര്യ. അപ്പൊ അങ്ങനെയാണല്ലോ, ആരോഗ്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു ഇത് കൊടുക്കണം അല്ലേ? അങ്ങനെ നമുക്ക് നോക്കിയപ്പോ ഇന്ദ്രനില്ല. പാവ ഇന്ദ്രാണി ആകപ്പാടെ ദുഃഖത്തിൽ. അപ്പോൾ സന്തോഷം കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് തീരുമാനിച്ച് എന്ത് ചെയ്യാം? വിവാഹം കഴിക്കാം. ബൃഹസ്പതിയോട് പറഞ്ഞു, ബൃഹസ്പതി, ഞാൻ ഈ ഇന്ദ്രപട്ടത്തിൽ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ ഭാര്യ അടുത്തില്ലാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് ആ ഇന്ദ്രാണിയെ ഒന്ന് കല്യാണം കഴിച്ചാലോ എന്നൊരു ആഗ്രഹമുണ്ടെന്ന് ആലോചിച്ചാലോ. അതുകൊണ്ട് ഇന്ദ്രാണിയോട് ചെന്നൊന്ന് പറയാമോ? ദേവേന്ദ്രനെ പറയാൻ അംഗീകരിക്കാതിരിക്കാൻ പറ്റിയ കൊണ്ട് ബൃഹസ്പതി എന്നു എന്നിട്ട് ഇന്ദ്രാണിയോട് പറഞ്ഞു, ഇന്ദ്രാണി ഇതാ നഹൂഷത്തിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കണം, എന്താ പറയേണ്ടതോ ചോദിച്ചു. നമ്മളാണ് എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മളായ ഈ അവസ്ഥ എന്താ പറയുക? നിങ്ങളാണ് എന്തോ പറയുക? ആലോചിക്കാൻ അങ്ങനെയുള്ളപ്പോ ഈ ഭാര്യ എനിക്ക് വരുമെന്നൊരു നിശ്ചയമില്ല. ഇനിയിപ്പോ ഞാൻ ഒറ്റപ്പെടുന്ന ആവശ്യം അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ രണ്ടുപേർ കൂടെ കൂടാൻ പറയും. പക്ഷെ ഇന്ദ്രാണി പറഞ്ഞു, എന്താണ്, ഭർത്താവ് ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു സ്ത്രീ എങ്ങനെയാ മറ്റൊരു വിവാഹം കഴിക്കാൻ? കല്യാണം കഴിച്ച് കഴിയുമ്പോഴാ മറ്റെങ്കിലും കയറി വരുന്ന കുഴപ്പമാവൂലേ? അതുകൊണ്ട് ഇതൊന്ന് അറിയട്ടെ. ആരെ? അങ്ങേര് ജീവനോടുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയട്ടെ. ഇല്ലെന്ന് തീരുമാനമായാൽ നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം എന്നായി. എനിക്ക് സമയം തന്നെ, കാരണം അന്വേഷിക്കണമല്ലോ, സമയം തരണമല്ലോ. മനുഷ്യന്റെ സന്തോഷം. എന്തായാലും ദേവേന്ദ്രൻ പോയാൽ എവിടാന്നൊരു നിശ്ചയമില്ല. റഡാറിന് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഉപഗ്രഹങ്ങളെയും കാണാൻ പറ്റത്തില്ല എവിടാന്ന്. അതുകൊണ്ട് കണ്ടു കിട്ടാൻ വലിയ സാധ്യതയൊന്നുമില്ല. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഇവള് എന്റേത് തന്നെ എന്ന് ആവശ്യം ഉറപ്പിച്ചു. അങ്ങനെ ഇരുന്നു. ബൃഹസ്പതിയോട് ചോദിച്ചു, എന്താ ചെയ്യാം? ഇങ്ങനെ വേണ്ടാത്തതെല്ലാം കാണിച്ചു വെച്ചിട്ടുള്ള ബ്രഹ്മഹത്യാ പാപം മേടിച്ചോണ്ട് പോയിരിക്കുക, എവിടാന്ന് എങ്ങനെ അറിയും? ബൃഹസ്പതി പറഞ്ഞു, ഹേ പുത്രി, സാക്ഷാൽ ജഗദമ്പികയെ ശരണം പ്രാപിക്കും, അമ്മ നിനക്കൊരു വഴികാട്ടി തരും. അതുകൊണ്ട് ആ ഭഗവതിയെ ഭംഗിയായി പ്രാർത്ഥിക്കാമോ? അങ്ങനെ ഭംഗിയായി പ്രാർത്ഥിച്ചു. ഇന്ദ്രാണിക്ക് ഭഗവതി കാണിച്ചു കൊടുത്തു എവിടാ ഇന്ദ്രൻ ഇരിക്കണതാണ്. സന്തോഷമായി. ഇന്ദ്രാണി വേഗം തന്നെ ഈ ഇന്ദ്രൻ ഇരിക്കുന്നവർക്ക് സ്നാനസരത്തിൽ ചെന്നു. ഇന്ദ്രൻ അതിശയിച്ചു പോയി. ഇതെങ്ങനെ ഇവിടെ പറഞ്ഞ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാതെ പോയതല്ലേ? എവിടെയുണ്ടെന്ന് ആര് പറഞ്ഞു? പറഞ്ഞു, സാക്ഷാൽ ജഗദമ്പികയെ നീ കാട്ടിത്തന്നാണ് ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ എന്താ ഇപ്പൊ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നഹൂഷനിപ്പോ എന്നെ കെട്ടണം, അതാ പ്രശ്നം. എന്താ ചെയ്യാം എന്ന് ചോദിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, ഹേ ഇന്ദ്രാണി, എന്റെ ഈ ബ്രഹ്മഹത്യാഭാവത്തിനൊരു പരിധി വരെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാതെ വരാൻ സാധ്യമായില്ല. അതുകൊണ്ട് നീ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കണം. ഉടനെ ഒന്നും എസ് ഒന്നും നോയെന്നും പറയണ്ട. നോയെന്ന് പറഞ്ഞാൽ തട്ടും, എസ് എന്ന് പറഞ്ഞാൽ ഞാനും പൊട്ടും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ? അങ്ങനെ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തു.
അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം ചെയ്യുകയും എന്താണ്, ഒരു വിശേഷ വാഹനത്തിൽ കയറി വന്നെന്നെ കല്യാണം കഴിച്ചോളാം. ഇന്ദ്രൻ ഐരാവതമുണ്ട് അല്ലേ, വിഷ്ണുവിന് ഗരുഡനുണ്ട്, ശിവന് കാളയുണ്ട്, അങ്ങനെ എല്ലാവർക്കും ഉണ്ട് ഓരോരോ വാഹനങ്ങൾ. ഇതിലൊന്നും പെടാതെ വിശേഷപ്പെട്ട ഒരു വാഹനം വേണം. കാരണം അങ്ങനെ ദേവനല്ല, മനുഷ്യലോകത്തു നിന്ന് ആദ്യമായിട്ട് ഇന്ദ്രപട്ടത്തിൽ കയറിയിരുന്ന ആൾ വിശേഷപ്പെട്ട ഒരു വാഹനം വേണം. അങ്ങനെ കല്യാണം കഴിക്കാൻ വരുമ്പോ എന്ത് ചെയ്യണം, ഋഷിമാരാൽ ചുമക്കപ്പെടുന്ന പല്ലക്ക് കയറി വേണം വരാൻ. കുതിരപ്പുറത്തൊന്നും വരണ്ട. ഓ, നാഘുഷനുണ്ടായ സന്തോഷം പറയാൻ പറ്റില്ല. സംബന്ധിച്ചല്ലോ കല്യാണം കഴിക്കാന്ന്. ഇതുപോലെ ഒരു സൗഭാഗ്യം വേറെ ഉണ്ടോന്നാണ്. ഈ പെണ്ണിന്റെ മനസ്സറിയണേ വലിയ പാടാന്നാ പറയുന്നത്. ഇത്രയും നിഗൂഢതയുള്ള ഒരു മനസ്സ് വേറെ ഒരുത്തർക്കും ഇല്ലെന്നാ പറയുക. ഞാൻ പറയണല്ല കേട്ടോ. ഒരു പുരുഷന്റെ മനസ്സ് ഒരു വർഷം കൊണ്ട് ഒരു പെണ്ണറിയും. പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സ് ഒരു പുരുഷൻ ഒരു ആയുഷ്കാലം കൊണ്ട് അറിയാൻ പറ്റില്ല എന്നാ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അറയാണ് സ്ത്രീയുടെ മനസ്സാണ്. ശരിയാണോ? എനക്കറിലൂടെ പറയട്ടോ, ഞാൻ എൻ്റെ അറിവ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിന് ചെറിയൊരു പൊട്ടല് പറ്റിയ എവിടാന്ന് ചോദിച്ചാൽ, ഈ യുധിഷ്ഠിര മഹാരാജാവ് കുന്തിയിലേക്ക് ഒരു ശാപം കൊടുക്കുകയാണ്. കാരണം കർണൻ തന്റെ പുത്രനാണെന്നുള്ളത് കുന്തിദേവി ആരോടും പറഞ്ഞിരുന്നില്ല. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് പിതൃതർപ്പണം ചെയ്യാൻ പോകുമ്പോൾ യുധിഷ്ഠിരനോട് പറയുകയും, പുത്ര നീ കർണന് വേണ്ടി കൂടി പിതൃതർപ്പണം ചെയ്തു പറയും. അവൻ ചോദിക്കും, സൂതപുത്രന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ തർപ്പണം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, സൂതപുത്രനല്ല, നിന്റെ ജ്യേഷ്ഠ സഹോദരനാണ്, അതെനിക്ക് ആദ്യം ഉണ്ടായ പുത്രനാണെന്നും. അപ്പോഴാണ് യുധിഷ്ഠിരൻ പറയുന്നത്, ഹേ മാതാവേ, നിങ്ങളൊരു മാതാവ് തന്നെയാണോ, ഒരു സ്ത്രീയാണോ? ഇത്രയും വലിയൊരു രഹസ്യം ഇന്ന് വരെ ആരോടും പറയാതെ ഒളിച്ചു വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നേരത്തെ അറിയുന്നത് കർണൻ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായിട്ട് കൂടെ ഉണ്ടാവുമായിരുന്നു. ഇത് ചെയ്തത് വലിയൊരു അപരാധമാണ്. അതുകൊണ്ട് ഞാനിതാ എല്ലാ സ്ത്രീകളെയും ചേർത്ത് ശപിക്കുന്നു. ഇനി ഒരിക്കലും ഒരു രഹസ്യവും അധികകാലം ഒരു സ്ത്രീകളുടെയും മനസ്സിലിരിക്കാതെ പോകട്ടെ എന്ന് ശാപം കൊടുത്തു. അന്ന് അത് അങ്ങനെ പറ്റിപ്പോകുന്ന ആളെ പലർക്കും ഈ ഉറക്കത്തിൽ കിടന്നുള്ള ശബ്ദം വിളിച്ചോടെ ചേട്ടന്മാർക്ക് കേട്ടേച്ച് പണിയാണ്. ഉറക്കത്തിലാവാനും രഹസ്യങ്ങളൊക്കെ വിളിച്ചോടെ ഇല്ലേ ഇല്ലേ? ഓർത്തോടിരിക്കുമ്പോൾ പറയില്ലേ, പറയോ? പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ അറിയാതെ പുറത്തെയാണ് എന്തോ ഞാൻ എങ്ങനെ പറഞ്ഞു ഇല്ലേ? ഭയങ്കര നിഗൂഢത നിൽക്കുന്നതാണ് സ്ത്രീയുടെ മനസ്സെന്നറിയാം. പെട്ടെന്നൊന്നും തിരിച്ചറിയും. കാരണം അവൾ ഉള്ളിൽ എന്താ നിனைக்கிறതെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എത്ര ശ്രമിച്ചാലും അത്രമാത്രം നിഗൂഢതയാണെന്ന് അറിയാം. നിങ്ങളുടെ കാര്യം ആയിരിക്കില്ല കേട്ടോ, പെണ്ണുള്ളവരുടെ കാര്യം. അതുകൊണ്ട് എന്തിനാണ് എന്താണ് ഈ പറഞ്ഞു വെച്ചതെന്ന് ചിന്തിക്കാനുള്ള ബോധം ആർക്കുണ്ടായില്ല, നഷ്ടനുണ്ടായില്ല. കാരണം കാമമോഹിതനായ മനുഷ്യൻ സ്ത്രീയിലേക്ക് വീഴപ്പെട്ടവരാണ്. മനസ്സ് കാമത്തിന് അടിമപ്പെട്ടാൽ ബുദ്ധി ഇരിക്കില്ല. അങ്ങനൊരു പ്രശ്നമാണ്. ബുദ്ധി മനസ്സിന് അധീനമായി കഴിഞ്ഞാൽ വേണ്ടവണ്ണം ചിന്തിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെടും ബുദ്ധി. അതുകൊണ്ട് പറയും എപ്പോഴും ബുദ്ധിക്ക് അധീനമായിരിക്കണം മനസ്സ്. കാരണം മനസ്സ് വികാരം കൊള്ളുന്നതാണ്. ഏത് തരത്തിലുള്ള വികാരമായാലും, കാമമായാലും, ക്രോധമായാലും, ലോഭമായാലും, മതമായാലും, മാത്സര്യമായാലും എല്ലാം മനസ്സിനുണ്ടാകുന്ന വികാരങ്ങളാണ്. ആ വികാരത്തിന് അടിമപ്പെട്ടു പോകുന്ന മനസ്സ് ഒരിക്കലും ബുദ്ധിയെ നിയന്ത്രിക്കാൻ പോകരുത്. അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ സംഭവിച്ചാൽ ബുദ്ധി വേണ്ടവണ്ണം പ്രവർത്തിക്കാതെ വരും. അപകടങ്ങളിൽ ചൊല്ലിയാണ്. അങ്ങനെ ഇന്ദ്രാണി എന്ന് പറയുന്ന ഒരു മോഹവലയത്തിൽപ്പെട്ട നൗഷൻ ഉണ്ടാകാൻ പോകുന്ന വരും വരാഴികളൊന്നും ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ബൃഹസ്പതിയോട് ഏർപ്പാടാക്കി വേഗം തന്നെ എന്നെ ചുമക്കാനുള്ള പല്ലക്കെടുക്കാനുള്ള മുനിമാർ തയ്യാറാവട്ടെ എന്ന് ആജ്ഞാപിച്ചു. ഇന്ദ്രൻ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറമൊന്നുമില്ല. അതുകൊണ്ട് മുനിമാരാൽ ചുമക്കപ്പെടുന്ന പല്ലക്ക് റെഡിയായി വളരെ സന്തോഷവാനായിട്ട് വേഷവിധാനങ്ങളൊക്കെ ചെയ്ത് ഇന്ദ്രൻ പല്ലക്ക് കയറി
കുരിമാര് പല്ലൊക്കെ എടുത്ത് തോളത്ത് വെച്ചു, പതുക്കെ നടക്കാൻ തുടങ്ങി. നടന്നപ്പോഴാണ് പ്രശ്നം. എന്താ ഒരാൾക്ക് ശകലം പൊക്കപ്പുറം. അതുകൊണ്ട് മറ്റൊരു ഒരു കാര്യം വെക്കുമ്പോൾ പുള്ളി 4 കാര്യം വെക്കുന്നുണ്ട്. അതുകൊണ്ട് നടപ്പിനൊരു സ്പീഡില്ല. ആ ഒരു സൈഡിൽ നിന്നത് വസിഷ്ഠനാണ്. കാരണം പുള്ളി കുളത്തിൽ നിന്നുണ്ടായ വാർത്തയാണ്. കുംഭോത്ഭവം എന്നാ പറയുക. ആദ്യത്തെ ടെസ്റ്റ് ശിശു. അന്ന് ടെസ്റ്റുമില്ലായിരുന്നു, കുടമായിരുന്നതുമാണ്. അദ്ദേഹമാണ് ആദ്യം ഉണ്ടായത് കുളത്തിൽ. അതുകൊണ്ട് കുംഭോത്ഭവം. അപ്പോ അദ്ദേഹമാണ് ഒരു സൈഡ്. അതുകൊണ്ട് പറ്റി ഈ ഒരു സൈഡ് ഒരു ശകലം ചരിവുണ്ട്. നടപ്പിന് സ്പീഡില്ല. ഇത്രയും പെട്ടെന്ന് ഇന്ദ്രാണിയുടെ അടുത്ത് ചെല്ലണം എന്നുള്ള ആ ഒരു വ്യഗ്രത കൊണ്ട് ആഗ്രഹം അങ്ങനെ വർദ്ധിച്ച്. കാരണം ഇങ്ങനെ നടക്കുന്നതിൽ പെടുന്നവർ അവിടെ ചെല്ലത്തില്ലെന്ന് ആർക്കറിയാം? നഹുഷനറിയാം. അതുകൊണ്ട് വേഗം കൂട്ടാനായിട്ട് പറഞ്ഞു, സർപ്പ സർപ്പ എന്ന് പറഞ്ഞു. ഒറ്റ ചവിട്ട് കൊടുത്താക്കിയിട്ട് വസിഷ്ഠനുണ്ട്. ചവിട്ട് കൊടുത്ത സർപ്പ സർപ്പ, വേഗം നടാന്നാ പറഞ്ഞു. സ്പീഡ് പോലെ വിളിക്കും. കാരണം ഇനി അവിടെ മനസ്സ് മാറിയാൽ ചെല്ലുമ്പോഴത്തേക്ക് മനസ്സ് മാറിയാൽ പോയി. അതുകൊണ്ട് എത്രയും മനസ്സ് മാറുന്നതിന് മുമ്പ് അവിടെ കെട്ടണം എന്ന് വിചാരിച്ചാ പറഞ്ഞത്. പുള്ളി തിരിഞ്ഞെന്ന് പറഞ്ഞു തഥാസ്തു. പുള്ളി ഉദ്ദേശിച്ചത് വേറെ. ആര്? അഗസ്ത്യൻ. നഹുഷൻ ഉദ്ദേശിച്ചത് വേറെ. നഹുഷൻ ഉദ്ദേശിച്ചത് വേഗം നടാന്ന് പറഞ്ഞാൽ ചവിട്ടിയത്. പക്ഷേ അഗസ്ത്യൻ തിരിഞ്ഞെന്ന് പറഞ്ഞത് സർപ്പമായി തന്നെ പോകട്ടെ. ഈ ഒരു വാക്കിനുണ്ടാവുന്ന അർത്ഥം, അല്ലെങ്കിൽ ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ അർത്ഥത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എടുക്കുമ്പോഴാണത് ശരിയാവും. ഒരു വാക്കിന്റെ എല്ലാ അർത്ഥവും എല്ലാവർക്കും ചേർക്കാൻ പറ്റൂല. അതുകൊണ്ട് വസിഷ്ഠൻ തിരിഞ്ഞ് ശാപമായിട്ട് കൊടുത്തു, തഥാസ്തു, അങ്ങനെ തന്നെയാവട്ടെ. അങ്ങനെ നഹുഷൻ എന്തായി? പെരുമ്പാവായിട്ട് മാറി. ഈ ശാപം കിട്ടി കഴിയുമ്പോഴാണ് നഹുഷന് ബോധം വേണം. നമുക്ക് എങ്ങനെ എണ്ണണം മേടിച്ചു കഴിയുമ്പോഴാണ് ബോധം വരിക. ഈ വേണ്ടാത്തതൊക്കെ കൊണ്ട് തല വെച്ചിട്ട് എവിടെന്നെങ്കിലും എണ്ണം മേടിച്ചു കഴിയുമ്പോഴാണ് ബോധം വേണം. അയ്യോ അതിന് പോകണ്ടായിരുന്നു. മനുഷ്യനും അങ്ങനെ അഹങ്കാരം കുറ്റി നിൽക്കുമ്പോൾ നമുക്ക് തോന്നും പലതും ചെയ്യാം. അല്ലേ? നമുക്കുള്ള സാധനം തന്നെ അഹങ്കാരം. ഇറങ്ങി വരുന്ന വരവൊക്കെ കണ്ട എന്തിനുള്ള വരവാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്? ഗുരുവായൂർ കശവം നെറ്റിപ്പട്ടം കെട്ടിച്ച് വരുന്ന പോലെ നമ്മുടെയൊക്കെ വരവ്. അല്ലേ? മസിലൊക്കെ പെരുപ്പിച്ച് ആകപ്പാടെ ഇത്രയും കാണും. അതുകൊണ്ട് പെരുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിടുത്തവും പിടിച്ചിട്ട് ഇങ്ങനെ വരിക. അത് പുറത്തോട്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കാം. അത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെയൊക്കെ ധാരണ നമ്മൾ ഈ ഭൂലോകം മുഴുവൻ മറിച്ചു വെക്കുന്ന പാർട്ടിയാണ്. അല്ലേ? ആണോ അല്ലയോ? അതുകൊണ്ട് അതിന് എന്തായാലും തന്നെ പറയാം, ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോട്? എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ല. ഞാൻ നിന്നെ കാണിച്ചത്. ഞാൻ പറയാറുണ്ട്, നീ ഞാൻ ആരാന്ന് അറിയാമോടാന്ന് നാട്ടുകാരോടല്ല ചോദിക്കണ്ടേ, സ്വയമേവ ചോദിക്കണം. ഞാൻ ആരാ? വേറെ ആരോടും ചോദിക്കേണ്ട ചോദ്യമല്ല. അതുകൊണ്ടാ പപ്പ പറഞ്ഞ്, നീ ആരാന്ന് നിനക്കറിയത്തില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും നീ ആരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം നീ ആരാന്നും ഞാൻ ആരാന്ന്. എൻ്റെ ഒരു വേദാന്തമാക്കിയത് പപ്പ പറയുന്നത് നമുക്ക് തമാശയായിട്ട് തോന്നി. നല്ലൊരു വേദാന്തമാക്കിയത്. നീ ആരാന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോടെന്ന് പറഞ്ഞാൽ അവിടെ ഗുരുസ്ഥാനം വരും. ഇരുത്താൻ ആ ഗുരുവിനായിരിക്കുന്ന എന്നോട് ചോദിക്കും നീ ആരാണ്. അപ്പൊ ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഞാൻ ആരാണ് നീ ആരാണ്. രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണെന്നുള്ള ബോധം അവിടെ ഉറപ്പിക്കാൻ കഴിയും. നമുക്ക് പപ്പോഴും ചെയ്യും. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഞാനിങ്ങനെ പറഞ്ഞ രാഷ്ട്രീയത്തിന് അവിടെ ചോദിക്കരുത്. ഞാൻ ആരാന്ന് വെച്ചത് ചോദിക്കരുത്. വ്യക്തിയുടെ അങ്ങനെയോട് ഇവർക്ക് ഒരു കുഴപ്പമോ ഇല്ലാതെ ഇവിടുന്ന് പോയത്. ഇന്ന് വൈകുന്നേരം പ്രഭാഷണം കേട്ടത് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ ഞാൻ ആരാന്ന്. നീ ഏത് ഡോക്ടറെ കാണിക്കാനാ ശരിയാകാന്ന് അറിയില്ല. പൊക്കിയെന്ന് 4-ാം വർഷമാണ് കൂടെ കൊടുത്തത്. കോട്ടയം മെഡിക്കോടെ ഒച്ചത്തിൽ വന്ന് ചോദിക്കരുത്, മനസ്സിലേ ചോദിക്കാം. പക്ഷെ ചോദിച്ചാൽ ഉത്തരം കിട്ടി കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം കിട്ടും. സ്വയമേവ ചോദിക്കണം മാത്രം. ഞാൻ ആരാ ഉത്തരം കിട്ടും. അപ്പൊ എന്തായാലും
അങ്ങനെ ശാപം കിട്ടി കഴിഞ്ഞപ്പോഴാണ് വേഗം കാൽക്കൽ വീണ് പറഞ്ഞു മാപ്പാക്കണം, ക്ഷമിക്കണം, ബോധമില്ലാതെ ചെയ്തു പോയതാണ് പറഞ്ഞു. വസിഷ്ഠൻ അനുഗ്രഹിച്ചു, അല്ല അഗസ്ത്യൻ അനുഗ്രഹിച്ചു. എന്താണ്? നീ യുധിഷ്ഠിര മഹാരാജാവിനെ കണ്ട് നിങ്ങൾ തമ്മിലുള്ള സംവാദം കഴിയുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഇടയ്ക്ക് വെച്ചിട്ട് മഹാഭാരതത്തിൽ ഈ കാണുന്ന യുധിഷ്ഠിരനും ഈ പെരുമ്പാമ്പും തമ്മിലുള്ള സംവാദം. അത് കഴിയുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് മോക്ഷം കിട്ടുന്നു. എന്തായാലും അങ്ങനെ നകുശനും അധപ്പതിച്ച് പെരുമ്പാമ്പായി പോയി. അവിടെ എന്ത് ചെയ്തു? ദേവേന്ദ്രൻ തിരികെ എത്തി. ഈ ബ്രഹ്മഹത്യാഭാഗത്തെ 4 വിഭാഗങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുത്തതാണ്. ഒന്ന്, ഭൂമിക്ക് കൊടുത്തു, ഒരു വീതം മരങ്ങൾക്ക് കൊടുത്തു, ഒരു വീതം ജലത്തിന് കൊടുത്തു, ഒരു വീതം സ്ത്രീകൾക്ക് കൊടുത്തു. അങ്ങനെ 4ആയിട്ട് തിരിച്ച് 4 പേർക്ക് കൊടുത്ത് ആ ബ്രഹ്മഹത്യാഭാവത്തിൽ നിന്ന് രക്ഷ നേടി വീണ്ടും ഇന്ദ്രൻ ദേവലോകത്തിന്റെ രാജാവായിട്ട് വാണമെന്നാണ് കഥ. നമുക്കെന്താ വേണ്ടി? നമുക്ക് എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയാണ്. ആ താനൊന്ന് നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും. അപ്പത്തോട് കാല് വെച്ചാൽ മതി അല്ലേ? അല്ലേ? ആ അങ്ങനെ കാണുന്ന മാത്രം മതി. അത് കിട്ടിയാൽ ഞങ്ങൾ ഹാപ്പിയാണ്. പറ്റുമോ ഒരു 4 നേരം തരാമെങ്കിൽ ഞങ്ങൾ ഹാപ്പി. വീട്ടിൽ പോലും പോയിരുന്നതാണ്. നമുക്ക് ഗുണപാഠം വല്ലോ കിട്ടിയോ? ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഗുണപാഠം വല്ലോ ഉണ്ടോ? കേട്ടെങ്കിൽ വേണമല്ലോ. എന്തോ പറഞ്ഞു, എന്തോ കിട്ടി? എളുപ്പം പറഞ്ഞ ഇപ്പം നിങ്ങൾക്ക് എന്തോ കിട്ടി? കഥ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഗുണപാഠം നിങ്ങൾക്ക് എന്ത് കിട്ടി? ഞങ്ങളോട് ചോദിക്കാനാണെങ്കിൽ ഇയാളെ വളർത്തുന്ന കാര്യം അല്ലേ? കാശ് തന്നെ, ചൊപ്പ തന്നെ കാശ് തന്നെ ഞങ്ങളോട് ചോദിക്കണമെന്നാ ഇയാള്. ഒന്നാമത്തെ പാഠം, അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കും. ഒന്നാമത്തെ പാഠമാണ്. നിശ്ചയിക്കാതെ അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ അഹങ്കാരം വർദ്ധിച്ചാല് എന്തുപറ്റും? യാഥാർത്ഥ്യബോധം മറന്നു പോവുകയും അധപ്പതനത്തിന് കാരണമായും ഭവിക്കും. ഈ സ്ത്രീകൾക്ക് തിരുത്തി ഭർത്താവ് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ട്. എന്താണ്? ഭർത്താവിനെ കാണാതായ ജീവനുണ്ടോ മരിച്ചോ എന്ന് ഉറപ്പ് വരുത്താതെ വേറൊരുത്തനെ കെട്ടരുത്. ഇപ്പൊ അങ്ങനെ ഒന്ന് പോയി കിട്ടാൻ നിൽക്കുക. എപ്പോ വേണേലും കെട്ടാൻ അല്ലേ? മൂന്നാമത്തെ പാഠം, ഗുരുദ്രോഹം പാടില്ല. ഗുരുവിനെ ദ്രോഹിച്ചാൽ ഫലം അധപ്പതനം. 4, ഗുരു നിന്ദ പാടില്ല. ഗുരുവിനെ കാണുമ്പോ ഏത് അവസ്ഥയിലായാലും ശരി എഴുന്നേറ്റ് വന്ദിക്കണം. കാരണം ഗുരുനിന്ദ ചെയ്തവർക്കൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധ്യമാണില്ല. പിടികിട്ടിയോ? 5, നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ ആരെ ശരണം പ്രാപിക്കണം? ഭഗവതിയെ ശരണം പ്രാപിക്കണം. പരമമായിട്ട് ആശ്രയിച്ചാൽ ഭഗവതി നമുക്ക് വേണ്ട വഴികളെ കാട്ടിത്തരും. ഇനി അറിയില്ലോ ഉണ്ടോ? പുരുഷന്മാർക്കുള്ള അടുത്ത സന്ദേശം, പെണ്ണ് പറയുന്നത് കേട്ട്
എടുത്തു ചാടി പോകരുത്. പോയാൽ കൗശലെ പോലെ പണി മേടിച്ചു കിട്ടും. എന്താ പറഞ്ഞതെന്ന് കൃത്യമായി അതിന് പൊരുളറിയാതെ ഒരിക്കലും ഒരു പുരുഷനെടുത്ത് ചാടരുത്. പെണ്ണിന്റെ വാക്ക് കേട്ട് പോകുവാൻ ഏത് കുഴി വീഴുന്ന ചാണക കുഴി വീഴുമെന്ന് കഴിയാതെ നാട്ടം പോകും ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ പറയാറുണ്ട്. പെണ്ണിന്റെ വാക്ക് കേൾക്കാതിരിക്കരുത്. ചിലർ പറയും ഭാര്യ പറയുന്നത് കേട്ടവിടെ ഞാൻ പെൺകോന്തനാണ്. ഞാൻ ഒരിക്കലും പറയുകയാണ്. ഭാര്യ പറയുന്നത് കേൾക്കണം. കേട്ടെന്ന് വെച്ച് പുരുഷൻ എന്ത് കുറവും വരാൻ പോണില്ല. പറയുന്നത് കേൾക്കണം. പക്ഷേ കേട്ട ചതേ പഠിച്ചാളുകൾ ഇരുന്ന് ചിന്തിച്ചിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ശുഭകരമാണെന്ന് ബോധ്യം വന്നാൽ അത് അനുസരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ എല്ലാം കേട്ടോണ്ട് എല്ലാം കേട്ടോണ്ട് പോകരുത്. മനസ്സിലായോ? അതുകൊണ്ട് കാര്യങ്ങൾ ഗഹനമായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടാവൂ. അല്ലെങ്കിൽ അപകടങ്ങൾ ഒരുപാടുണ്ടാവും, അധപതനമുണ്ടാവും. അത് ജീവിതത്തില് ദുരിതങ്ങള് വലിച്ചു വയ്ക്കും. പോരെ? ഇത്രയൊക്കെ പഠിച്ചോ? ഞാൻ നാളെ ചോദിക്കുമ്പോൾ അങ്ങനെ അതുകൊണ്ട് നേരത്തെ